SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണം നടക്കുന്നുവെന്ന് പറയുകയാണ് മന്ത്രി സജി ചെറിയാൻ. ഡോറ് തുറന്ന് വെള്ളാപ്പള്ളി തന്നെയാണ് കാറിൽ കയറിയത്. പ്രായമുള്ള ആളായതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കയറിയതാവാമെന്നും അതിലൊരു തെറ്റുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങൾ സംഭവം വളച്ചൊടിച്ചെന്നും പ്രതിപക്ഷത്തിന് വേറൊരു പണിയുമില്ലെന്നും മന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷം മാധ്യമങ്ങളുമായി ചേർന്ന് നുണപ്രചാരണം നടത്തുകയാണെന്നും വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. SNDP, NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുമായും ന്യൂനപക്ഷ സംഘടനകളുമായും CPM-ന് നല്ല ബന്ധമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മതസംഘടനകളും LDF-നെതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ന്യൂനപക്ഷ ഭവനങ്ങളിൽ ഭൂരിപക്ഷ വർഗീയതയും ഭൂരിപക്ഷ ഭവനങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയുമാണ് പ്രചരിപ്പിച്ചതെന്നും എന്നാൽ LDF രാഷ്ട്രീയം മാത്രമാണ് പറഞ്ഞതെന്നും സജി ചെറിയാൻ ആരോപിച്ചു. ആലപ്പുഴ ജില്ലയിൽ കാര്യമായി തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നും കുട്ടനാട്ടിൽ മാത്രമാണ് തിരിച്ചടി ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട്ടിലെ LDF-ലെ അനൈക്യമാണ് തിരിച്ചടിക്ക് കാരണമായതെന്നും ഈ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജില്ലയിൽ BJP കാര്യമായി നേട്ടം ഉണ്ടാക്കിയിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി വെള്ളാപ്പള്ളിയും രംഗത്ത് വന്നു. താൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ പോയതിനെ ചിലർ പരിഹസിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാതിരിക്കാൻ തനിക്കെന്താ അയിത്തമുണ്ടോ എന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയുടെ കാറിനേക്കാൾ വലിയ കാറുള്ളവനാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുമായുള്ള മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും കൂട്ടുകെട്ട് LDF-ന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന വിമർശനങ്ങളോട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള അയ്യപ്പ സംഗമത്തെ SNDP യോഗം മാത്രമല്ല NSS-ഉം പിന്തുണച്ചിരുന്നു. അവരും പ്രതിനിധി അയച്ചു. അതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് NSS-നെ കുറ്റപ്പെടുത്താത്തതെന്നും പാവപ്പെട്ട സമുദായക്കാരനായതുകൊണ്ടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പേരിൽ എന്നെ മാത്രം ചിലർ കുറ്റപ്പെടുത്തുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. മുന്നണികൾ മതസാമുദായിക പ്രീണനം നടത്തുന്നതിനെതിരെ എല്ലാവരും പ്രതികരിക്കാറുണ്ട്. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ താൻ മാത്രമല്ല NSS നേതൃത്വവും പ്രതികരിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് ഇതര സമുദായത്തിലുള്ളവർക്ക് സ്കൂളും കോളേജും മാത്രമല്ല ഒരു കുടിപ്പള്ളിക്കൂടം പോലും നൽകാത്തതിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണോ എന്നും ഈ വസ്തുത മറച്ചുവെച്ച് വർഗീയ പ്രചാരണം നടത്തുന്നത് മുസ്ലിം ലീഗല്ലേ എന്നും കോൺഗ്രസ് അവർ പറയുന്നതിനല്ലേ പിന്തുണയ്ക്കുന്നതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. 24 മണിക്കൂറും വർഗീയത പ്രശംസിക്കുന്ന ലീഗിനെ കൂടെ കൂട്ടി കോൺഗ്രസ് അവരുടെ വ്യക്തിത്വം നശിപ്പിക്കുകയാണെന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പാരമ്പര്യത്തിന് ഉടമകളാണ് കോൺഗ്രസ് എന്ന് ഇപ്പോഴത്തെ നേതാക്കൾ തിരിച്ചറിയുന്നില്ലെന്നും അവർ ലീഗിന് അടിമപ്പെടുകയാണെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു.